എടാ ഈ റൂം എന്നൊക്കെ പറഞ്ഞിട്ടല്ലോ, ഇറ്റ്സ് ലൈക്ക് എ പ്രിസൺ. നീ ജയിൽ ബ്രേക്ക് ചെയ്യണം. അതാണ് തഗ് ലൈഫ്. ബി എ തഗ് മാൻ. നീ ഒരു കാര്യം ചെയ്യും, നീ നേച്ചർ കൂടി. അതാകുമ്പോൾ ഡാബ് കിക്കാണ്, ഡാബ് കിക്ക്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു നേച്ചർ പിടിച്ചു. നല്ല കാറ്റ്, തണുപ്പ്, ഹെവിയാണ് മോനെ, ഹെവി. എവിടെ സ്ഥലം? എവിടെ അടുത്താണ്? ഇവിടുന്ന് ഒരു 1.5 മണിക്കൂർ ദൂരമേ ഉള്ളൂ. ഒരു പ്രാവശ്യം പോയാൽ പിന്നെ നേച്ചർ നമ്മളിങ്ങനെ മാടി വിളിച്ചുകൊണ്ടിരിക്കും. എന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാടി വിളിക്കാറുണ്ട്. പോകാൻ ടൈം കിട്ടാറില്ല. ഒന്ന് പോയാൽ പിന്നെ നീ അഡിക്റ്റഡ് ടു നേച്ചറാവും. ഈ റൂമും എ സിയും ഫോർവാൾസൊക്കെ വിട്ടിട്ട് ഇനി ഫ്യൂച്ചർ എന്താണെന്ന് അറിയാവോ? എന്താ? ഓർഗാനിക് ഓർഗാസ്മിക്. അതിന് സാധനം ഈ ഓർഗാനിക് ഏത്തപ്പഴം, ഓർഗാനിക് കപ്പ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അതിൻ്റെയൊക്കെ ഒരു എറോട്ടിക് വെർഷനാണ്. കഴിഞ്ഞ ആഴ്ച നമ്മുടെ കൊച്ചിനെ കിട്ടി 2. പറയുമ്പോൾ തന്നെ ഉണ്ടല്ലോ കൊണ്ടലിനി അങ്ങോട്ട് ഉണരുക. സേഫാണോ? പിന്നെ 100% സേഫ്. നീ അവിടെ ഉണ്ടെന്ന് ദൈവം തമ്പുരാനും ഇല്ല, അറിയത്തില്ല. പാമ്പൊക്കെ ഉണ്ടാവോ? പാമ്പാ? ഇവിടെ ഒരു നല്ല കാര്യത്തിന് പോകുമ്പോൾ എനർജി പോസിറ്റീവ് ആയിരിക്കണം. ഇമാതിരി ആക്രി ചോദ്യം ചോദിച്ചുകൊണ്ട് വരരുത്. ചെറിയൊരു പേടി. നേച്ചറല്ലേ? എടാ കള്ളവെടി വെക്കാൻ പോകുന്നവനെ മൂർഖം കടിച്ചാൽ മൂർഖനപ്പം വെടിയാവും. അതാണ് ഹിസ്റ്ററി ഓഫ് സെക്ഷുവാലിറ്റി. കള്ളവെടിയൊന്നും പറയില്ല തക്കേ. നീ നിൻ്റെ ഭാര്യനെ കൊണ്ടൊന്നല്ലല്ലോ പോകുന്നത്, നിൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന പെണ്ണിനെ കൊണ്ടല്ലേ. ഇങ്ങനെ ഒളിച്ചും പാത്തം ചെയ്യുന്നതിനെയൊക്കെ തന്നെയാണ് കള്ളവെടി എന്ന് പറയുന്നത്. ഞാൻ സ്ഥലവും അഡ്രസ്സൊക്കെ പറഞ്ഞുതരാം, നീ വേണമെങ്കിൽ എഴുതിയെടുക്കും. ഞാനെങ്ങുമില്ല. ഒരു കുഴപ്പമില്ല. ഒരു മനുഷ്യൻ ഉണ്ടാവത്തില്ല, ഭയങ്കര സേഫാ. ആളുള്ളിടത്തിരുന്ന എന്നാ പ്രശ്നം? ആളെടുത്തിരുന്നു കഴിഞ്ഞാൽ എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാനോ നോക്കാനോ എല്ലാം പറ്റും. ആളില്ലാത്തടത്ത് മാത്രമേ എന്നെ കെട്ടിപ്പിടിക്കത്തുള്ളൂ. അല്ല എടാ നീ എവിടെ വെച്ച് വേണേലും ഉമ്മയ്ക്കോ കെട്ടിപ്പിടിക്കോ എന്നെ വേണേലും ചെയ്യും, എനിക്കൊരു പ്രശ്നമില്ല. അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ആരെങ്കിലും കണ്ടാലോ? കണ്ടാലും എൻ്റെ വീട്ടിലെങ്ങാനും പോയി പറഞ്ഞേ? ഓ നിൻ്റെ വീട്ടിലറിഞ്ഞാൽ പ്രശ്നം, എൻ്റെ വീട്ടിലറിഞ്ഞാൽ പ്രശ്നമില്ല. എൻ്റെ വീട് ഇവിടെ അല്ലല്ലോ, വയനാട്ടിലല്ലേ? ആ ശരിയാ, വയനാട്ടിലുള്ളവരെ ആരും കാണത്തുമില്ല, കേൾക്കത്തുമില്ല. നീ അലമ്പാവല്ലേ? നോക്ക് നോക്ക്, നമുക്ക് പോവാം. 6:30 മുമ്പ് ഞാൻ തിരിച്ച് ഹോസ്റ്റലിൽ കൊണ്ടുവിടാം. ഞാൻ എത്ര നാളായിട്ട് ചോദിക്കോ, പ്ലീസ് പ്ലീസ്. എന്നാൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് സിനിമയ്ക്ക് പോവാം. എന്നതിന്? നിനക്കല്ലേ കെട്ടിപ്പിടിക്കാനും ഉമ്മ വയ്ക്കാനും മുട്ടി നിൽക്കുന്നത്, തിയേറ്ററിൽ വെച്ച് ചെയ്തോ. ഇതാകുമ്പോൾ ആരും കാണത്തുമില്ല, എൻ്റെ മാനം പോകത്തുമില്ല. അത് ഭയങ്കര റിസ്ക്കാ. എന്താ നിൻ്റെ കുടുംബക്കാർ മുഴുവൻ തിയേറ്ററിനകത്താണോ? അതല്ല, തിയേറ്റർ മുഴുവൻ ക്യാമറയില്ലേ. നമ്മൾ വിചാരിക്കും ക്യാമറയൊക്കെ ഇരുട്ടത്ത് ബ്ലൈൻഡാണ്. പക്ഷെ ബ്ലൈൻഡല്ല, എല്ലാം കാണാം. നീ ഭയങ്കര കണ്ടുപിടുത്തക്കാരനാണോ? നമുക്കിതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് ഈ കല്യാണത്തിന് മുമ്പ് ഇപ്പം എല്ലാം അതാ ഫാഷൻ. നമുക്ക് ഓൾഡ് ഫാഷൻ ചേഞ്ചിന്. എനിക്ക് അത്ര നിർബന്ധമാണ്. നീ ഇപ്പോൾ ഇവിടെ വെച്ച് എന്താണ് വെച്ചത്?
കാല് പിടിക്കാം. കാല് പിടിക്കണേ. എടാ, കാല് വിടണം. എടാ, ഇതാടാ അശ്ലീലം എന്ന് പറഞ്ഞ കാല് മര്യാദക്ക് ഞാൻ പറ്റിയടോ. ഒന്നുമില്ലടോ. ഞാൻ ശരിയടോ. ഓക്കെടോ. കണ്ണോടക്കി. നാളെ പോയല്ലേ? നാളെ പോവാം. നാളെ വരുമ്പോൾ ഇതുപോലെ സ്കാർഫും എടുത്തോ. ബൈക്കിന് പുറകിലിരിക്കുമ്പോഴത്തേക്കിനും ഭയങ്കരമായിട്ട് കാറ്റും പൊടിയൊക്കെ അടിക്കും. അപ്പോൾ ഈ തീവ്രവാദികൾ കെട്ടുന്ന പോലെ കേട്ടിട്ടുണ്ട് സ്കാർഫ് വെച്ചിട്ട്. സംഭവം സ്റ്റൈലാണ്. എനിക്ക് അത്ര സ്റ്റൈൽ വേണ്ട. എനിക്ക് കാറ്റും പൊടിയൊന്നും അടിച്ചൊരു പ്രശ്നമല്ല. വയനാട്ടിൽ നിന്ന് ചാച്ചൻ്റെ ബുള്ളറ്റ് കയറി വരുന്ന നല്ല പ്രശ്നം. ഈ ആരെങ്കിലും കണ്ടാലേ. ഇവിടെ നീ ആരെയാടാ ഇത്രയും പേടിക്കുന്നത്? എൻ്റെ വീട്ടുകാരും പിന്നെ പിന്നെ നമ്മുടെ നാട്ടുകാരൊക്കെ ഭയങ്കര ബോറാണല്ലോ. അപ്പോൾ എന്നൊരു കാര്യം ചെയ്യാം. നീ ഇവിടെ വെച്ചാൽ മിസ്സുള്ളൂ കേട്ടോ. ഒടുവിൽ നീ പറയോ നസ്രാണി പെണ്ണിനെ കെട്ടാൻ വീട്ടുകാർ സമ്മതിക്കത്തില്ലെന്ന്? അതെന്നാ വർത്താനാ പറഞ്ഞു? എന്താ ഒരു ഡൗട്ട് വെച്ചതല്ലേ? ആ കൈ കാണിച്ചു. ഗുരുവായൂരപ്പനാണ് സത്യം. ഞാൻ കേട്ടു. ഗുരുവായൂരപ്പന് പണിയാവോ? എന്നാ നീയാണ് സത്യം. ഞാൻ കേട്ടൂടാ. അതെ, നാളെ വരുമ്പോഴേ സ്കാർഫ് ഇട്ടിട്ട് വരണം. എത്ര പറ്റുള്ളൂ പ്ലീസ് ഒന്നും മനസ്സിലാക്കുക. ഒറ്റ മകനുള്ള പേരൻസിൻ്റെ ചില ടെൻഷൻസ് ഒക്കെ ഉണ്ടല്ലോ. എൻ്റെ അമ്മച്ചി പിന്നെ ഗാന്ധാരിയാണല്ലോ. വീട് നിറച്ച് പിള്ളേരാ. എന്നാ ഹലോ, ഇതെന്ത് ഹെൽമെറ്റാണ്? മുഖമൊന്നും കാണാൻ മേലല്ലോ. മോൻ കാണാൻ പറ്റത്തില്ലെങ്കിലും ഭയങ്കര സേഫാണ്. അലമ്പാവില്ല പ്ലീസ്, ഒന്ന് കയറും.